ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 5-6 പീസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പം 3 വിസിൽ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിസിലിൻ്റെ ചൂടെല്ലാം മാറി കഴിഞ്ഞ ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പീസെല്ലാം ഒന്ന് മാറ്റി വെക്കാം. ഈ ചിക്കനെല്ലാം ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് പിച്ചിയെടുക്കണം. ഒന്നാമത് ഒന്നീ മിക്സിയിലെടുത്ത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ അതിനെ പിച്ചി എടുത്താലും മതി കേട്ടോ. ഇനിയിപ്പം ബീൻസും ക്യാരറ്റും കൂടി ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് വേകുന്നത് വരെ കുക്ക് ചെയ്യണം. ഒരു 1/4 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കനെല്ലാം പീസാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം ഇതുപോലെ ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബീൻസും ക്യാരറ്റും ഏകദേശം വെന്ത് കഴിഞ്ഞു. അന്നേരം ഞാൻ ചിക്കൻ്റെ പീസുകൾ അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലോർ വേണം. ഒരു 2 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിനകത്ത് കലക്കി വയ്ക്കുക. ഇനി ഒരു മുട്ട എടുത്ത് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ബീൻസും ക്യാരറ്റും ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിനകത്തേക്ക് വളരെ നൂല് പോലെ, അതായത് ഒരു നൂലിൻ്റെ വലുപ്പത്തിന് ഇങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും വേണം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ അത് വളരെ നൈസായിട്ട് ഇങ്ങനെ വെന്ത് വരത്തുള്ളൂ. ഉപ്പ് നിങ്ങൾ നോക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് കോൺഫ്ലോറും കൂടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 സ്പൂൺ സോയ സോസ് ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് തീർന്നു പോയി, അപ്പം അതില്ലായിരുന്നു. പിന്നെ ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തു. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് ഒരു 5-6 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.